2 ദിവസം മുമ്പാണ് വൈദ്യുത ലൈനിൽ നിന്ന് ഷോക്കേറ്റ യുവാവ് മരിച്ചൊരു സംഭവം വരുന്നത്. ഈ ഒരു സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷണറുടെയും ന്യൂനപക്ഷ കമ്മീഷന്റെയും ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നു എന്നതാണ്. 15 ദിവസത്തിനകം അന്വേഷണ സംഘം ഇരു കമ്മീഷനുകൾക്കും റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. ഇനി മരിച്ച റിജാസിന്റെ കുടുംബം KSEBക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയുമാണ്. ഗൂഗിളാണ് വീണ്ടും നമ്മളോടൊപ്പം ചേരുന്നത്. ഗൂഗിൾ, ദാരുണമായ സംഭവമായിരുന്നു 2 ദിവസം മുമ്പ് നമ്മൾ അടക്കമുള്ള മാധ്യമങ്ങളിലൂടെ പൊതുജനങ്ങൾ അറിഞ്ഞത്. അത് ഈ മഴക്കാലത്ത് ഇപ്രകാരം ഒരു KSEBയുടെ ജീവനക്കാരുടെ അനാസ്ഥ എന്ന മട്ടിൽ തന്നെയാണ് പരാതികളെന്ന് ഉയർന്നത്. ഈ മനുഷ്യാവകാശ കമ്മീഷനൊക്കെ ഇടപെട്ട ഒരു സാഹചര്യത്തിൽ എങ്ങനെയായിരിക്കും മുന്നോട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളതാണ് സ്വാഗതം വീക്ഷിക്കേണ്ടത്. കാരണം പലയിടത്തും ഇങ്ങനെ ഭീഷണിയായി വൈദ്യുതി ലൈനുകളൊക്കെ നിലനിൽക്കുന്നു. അനു, ഈ KSEBക്കാരുടെ അനാസ്ഥയാണ് ഇത്തരത്തിലൊരു മരണം നടക്കാനിടയായത് എന്ന കാര്യങ്ങൾ പുറത്തു വന്ന സാഹചര്യത്തിൽ KSEB അധികൃതർ ഒരു വാക്ക് പറഞ്ഞിരുന്നു. അതായത് KSEB ഉദ്യോഗസ്ഥർ ഈ കടയിൽ വന്നിട്ട് ലീക്കേജ് ഉണ്ടോ എന്നതിനെ സംബന്ധിച്ച കാര്യം പരിശോധിച്ചിരുന്നു. ആ പരിശോധനയിൽ ലീക്കേജ് ഇല്ല, അതായത് സർവീസ് ലൈനിൽ ലീക്കേജ് ഇല്ല എന്നാണ് മനസ്സിലായതെന്ന് പറഞ്ഞിരുന്നു. തുടർന്നാണ് KSEBക്കെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം അല്ലെങ്കിൽ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ 17-ാം തീയതിയായിരുന്നു ഇത്തരത്തിൽ ഈ കുറ്റിക്കാട്ടൂരിലെ കടയിലേക്കുള്ള സർവീസ് ലൈനിൽ ലീക്കേജ് ഉണ്ട് എന്ന് പറഞ്ഞ് കടയുടമ KSEB ഉദ്യോഗസ്ഥരെ ബന്ധപ്പെടുന്നത്. എന്നാൽ അവർ 17-ാം തീയതിയോ 18-ാം തീയതിയോ ഒന്നും അവർ ഫോൺ എടുത്തിരുന്നില്ല, അവർ വന്നിരുന്നില്ല. 19-ാം തീയതി രാവിലെ വന്ന് നോക്കിയ KSEB ഉദ്യോഗസ്ഥ സംഘം ഇവർ പറഞ്ഞതുപോലെ കടയിലേക്കുള്ള സർവീസ് ലൈനിൽ ഷോർട്ടേജ് ലീക്കേജ് ഉണ്ട് എന്നും കുറച്ച് സമയത്തിന് ശേഷം പരാതി രജിസ്റ്റർ ചെയ്ത് പിന്നീട് വന്നത് പരിഹരിക്കാമെന്ന് പറയുകയായിരുന്നു. അന്ന് രാത്രി പുലർച്ചെ 1:30 കൂടിയിട്ടാണ് റിജാസ് ആ കടയിൽ നിന്ന് ഷോക്കേറ്റ് മരിക്കുന്നത്. തുടർന്ന് ഷോക്കേറ്റ് മരിച്ചതിന് ശേഷവും കട ഉടമ ഉൾപ്പെടെയുള്ള ആളുകൾ മാധ്യമങ്ങൾക്ക് പ്രതികരണം നൽകി. ഞാൻ ഈ രീതിയിൽ KSEB ഉദ്യോഗസ്ഥരോട് പരാതി പറഞ്ഞിരുന്നു, എന്നാൽ പരിഹരിക്കാൻ അവർ തയ്യാറായില്ല എന്ന്. തുടർന്ന് സെക്ഷൻ എഞ്ചിനീയർ ഉൾപ്പെടെയുള്ള ആളുകൾ വന്ന് പറഞ്ഞത്, ഞങ്ങൾ പരിശോധന നടത്തിയപ്പോൾ അവിടെ സർവീസ് ലൈനിൽ ലീക്കേജ് ഇല്ല എന്നാണ് മനസ്സിലായത്, അതുകൊണ്ടാണ് അത് പരിഹരിക്കാതിരുന്നത് എന്നാണ്. എന്നാൽ പിന്നീട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ പരിശോധന നടത്തുകയും കടയിൽ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ സർവീസ് ലൈനിൽ ലീക്കേജ് ഉണ്ട് എന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ആ കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രാഥമിക റിപ്പോർട്ട് വൈദ്യുതി മന്ത്രിക്ക് ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ റിജുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം സമർപ്പിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുടുംബത്തിന് 5 ലക്ഷം രൂപ നഷ്ടപരിഹാരവും പ്രാഥമികമായി 5 ലക്ഷം രൂപ നഷ്ടപരിഹാരം ചെയ്തു. അതായത് ഈ സെക്ഷൻ എഞ്ചിനീയർ പറഞ്ഞത് ഈ സർവീസ് ലൈനിലേക്ക് കംപ്ലൈന്റ് ഇല്ല, അതിന് ലീക്കേജ് ഇല്ല എന്നാണ്. എന്നാൽ റിജാസിന്റെ മരണത്തിന് ശേഷം ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കടയിലേക്കുള്ള 2 ലൈനുകളിൽ ലീക്കേജ് ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അതിലൊന്ന് ഈ കടയുടമ പരാതിപ്പെട്ടതുപോലെ കടയിലേക്കുള്ള സർവീസ് ലൈനിലാണ്, മറ്റൊന്ന് കടയിൽ ലൈറ്റ് തെളിയിക്കുന്നതിനായി ലൈൻ വലിച്ചിട്ടുള്ള വയറിലാണ്. ഇതിൽ ഏതിൽ നിന്നുള്ള ലീക്കേജിൽ നിന്നാണ് റിജാസ് മരണപ്പെട്ടത് എന്നതിനെ സംബന്ധിച്ച അന്തിമ റിപ്പോർട്ട് മാത്രമാണ് ഇനി നൽകാനുള്ളത്. എന്തായാലും കടയുടമയും നാട്ടുകാരും പറഞ്ഞതുപോലെ ഈ കടയിലേക്കുള്ള സർവീസ് ലൈനിൽ ലീക്കേജ് ഉണ്ട് എന്ന ഒരു റിപ്പോർട്ടാണ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം സമർപ്പിച്ചത്. ഇതിനെ ആദ്യം ഈ റിജാസ് മരിച്ച സമയത്ത് അതിനെ എതിർത്തുകൊണ്ട് KSEB ഉദ്യോഗസ്ഥരൊക്കെ മുന്നോട്ടേക്ക് വന്നിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു മനുഷ്യാവകാശ കമ്മീഷനും ന്യൂനപക്ഷ കമ്മീഷനും ഒക്കെ ഇടപെട്ടിട്ടുള്ളത്. ജില്ലാ ദുരന്ത നിവാരണത്തിന്റെ ചുമതലയുള്ള ജില്ലാ കളക്ടറൊക്കെ എതിർകക്ഷിയാക്കിയിട്ടാണ് ന്യൂനപക്ഷ കമ്മീഷൻ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളത്. 15 ദിവസത്തിനകം അന്വേഷണ സംഘം ഈ ന്യൂനപക്ഷ കമ്മീഷനും മനുഷ്യാവകാശ കമ്മീഷനും റിപ്പോർട്ട് നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അടുത്ത തവണ സിറ്റിംഗിൽ ഇരിക്കുന്ന സമയത്ത് ഇതുമായി ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതേസമയം പ്രാഥമിക നടപടി എന്ന നിലയിൽ വൈദ്യുത മന്ത്രി ഈ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാരുടെ റിപ്പോർട്ട് പരിശോധിക്കുകയും 5 ലക്ഷം രൂപ റിജാസിന്റെ കുടുംബത്തിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. തുടർ നടപടികളൊക്കെ ഈ പൂർണ്ണമായ റിപ്പോർട്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പൂർണ്ണമായ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമേ ഉണ്ടാവൂ എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാർ വരും ദിവസങ്ങളിൽ, ഇന്നും ഉൾപ്പെടെ വരും ദിവസങ്ങളിൽ ഈ സ്ഥലത്ത് പരിശോധന നടത്തിയ KSEB ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കും. ഈ റിജാസിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളൊക്കെ കളക്ട് ചെയ്യേണ്ടതുണ്ട്. അതൊക്കെ കളക്ട് ചെയ്ത് ഇതിന്റെ അന്തിമ റിപ്പോർട്ട് അതൊക്കെ കളക്ട് ചെയ്ത് KSEB ഉദ്യോഗസ്ഥരുടെ റിപ്പോർട്ട് എടുത്തതിന് ശേഷം മാത്രമേ അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കുകയുള്ളൂ. അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷം മാത്രമേ വകുപ്പ് തല നടപടികൾ ഈ KSEB ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഉണ്ടാവുകയില്ലയോ എന്ന് പറയുന്നുണ്ട്. അതേസമയത്ത് തന്നെ റിജാസിന്റെ കുടുംബം മുഖ്യമന്ത്രിക്ക് നേരിട്ട് പരാതി നൽകാനുള്ള ഒരു നടപടിയിലേക്ക് കടക്കുകയാണ്. റിജാസിന്റെ അന്തിമ കർമ്മങ്ങളൊക്കെ ഇന്നോട് കൂടിയിട്ടാണ് അവസാനിക്കുക. നമ്മൾ റിജാസിന്റെ കുടുംബവുമായി സഹോദരനുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ ഇന്നാണ് റിജാസിന്റെ അന്തിമ മരണാനന്തര ചടങ്ങുകളും മറ്റ് ചടങ്ങുകളൊക്കെ അവസാനിക്കുക. അതിനുശേഷം മാത്രമായിരിക്കും കുടുംബം നേരിട്ട് ഈ വിഷയത്തിൽ ഇടപെടുക എന്നാണ് റിജാസിന്റെ സഹോദരൻ ഇന്നലെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്.
എന്തായാലും മനുഷ്യാവകാശ കമ്മീഷൻ ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. വൈദ്യുത മന്ത്രിയുടെ ഇടപെടൽ വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ റിജാസിന്റെ കുടുംബം മുഖ്യമന്ത്രി നേരിട്ട് പരാതി നൽകാൻ ഒരുങ്ങുകയാണ്. എന്തായാലും അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർമാരുടെ നേതൃത്വത്തിലുള്ള പരിശോധനയും തെളിവെടുപ്പുകളും നടന്നു വരുന്നു. ഇത് KSEBയുടെ അനാസ്ഥയാണ് എന്ന രീതിയിലുള്ള ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ആദ്യഘട്ടം തന്നെ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതിനെ നിഷേധിച്ചുകൊണ്ട് KSEB ഉദ്യോഗസ്ഥർ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നെ ജനങ്ങളുടെ പ്രതിഷേധം വ്യാപകമായ സമയത്താണ് ഇങ്ങനെ അന്വേഷിക്കാൻ ഒരു ഉദ്യോഗസ്ഥ സമിതി നിയോഗിക്കുക. അവരുടെ നേതൃത്വത്തിൽ റിപ്പോർട്ട് വന്നതിന് ശേഷം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവുക എന്ന് പറയുന്നുള്ളത്. ഈ മഴക്കാലമാവുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ദാരുണമായ സംഭവങ്ങൾ ഉണ്ടാവാനുള്ള ഇതുപോലുള്ള സാഹചര്യങ്ങൾ നിരവധിയാണ്. നമ്മൾ ഇന്നലെയും ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ കോഴിക്കോട് കേന്ദ്രീകരിച്ച് നടക്കുന്ന ഒരു എക്സിബിഷന് വേണ്ടി മരത്തിന്റെ ഇടയിൽ കൂടി ലൈനുകൾ, അതായത് കറണ്ടുകൾ വലിച്ചിരിക്കുന്ന ഒരു സാഹചര്യം, അതിന് ഫ്ലഡ് ലൈറ്റുകൾ മരത്തിന്റെ ചില്ലകളോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന ഒരു സാഹചര്യം. കാറ്റോ മഴയോ വന്നു കഴിഞ്ഞാൽ ആ മരച്ചില്ല പൊട്ടുകയും ഈ വയർ വീഴുകയും ചെയ്തു കഴിഞ്ഞാൽ ലീക്കേജും ഷോർട്ടേജും ഉണ്ടാകാനുള്ള സാധ്യതയും ഇത് സമാനമായ അപകടങ്ങൾ നടക്കാനുള്ള സാധ്യതയുമുണ്ട്. ഈ നിയമപ്രകാരം ഈ മരത്തിന്റെ ഇടയിൽ കൂടി വൈദ്യുതി ലൈനുകൾ വലിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാലും സ്വകാര്യ കമ്പനിയുടെ എക്സിബിഷന് വേണ്ടി അത് ചെയ്യാനുള്ള അനുവാദം കോർപ്പറേഷനൊക്കെ കൊടുത്തിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട വാർത്ത നമ്മൾ ഇന്നലെ ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ പതിവാണ്. മഴക്കാലമാവുന്ന സമയത്ത് ഈ ലൈൻ കമ്പിയിലേക്ക് പടർന്നു കയറിയിട്ടുള്ള വള്ളികൾ മുറിച്ചു മാറ്റാനോ അല്ലെങ്കിൽ മരക്കൊമ്പുകൾ മുറിച്ചു മാറ്റാനോ ഒന്നും ആരും തയ്യാറാവുന്നില്ല. എന്നാൽ ഒരു ദിവസം കറണ്ട് ബില്ലടയ്ക്കാൻ വൈകി കഴിഞ്ഞാൽ കറണ്ട് കട്ട് ചെയ്തു പോകുന്ന ഒരു സ്ഥിതി വിശേഷങ്ങളൊക്കെയുണ്ട്. മാത്രമല്ല എന്തെങ്കിലും അപകടം പറ്റിയാൽ എന്തെങ്കിലും എവിടെയെങ്കിലുമൊക്കെ മരം മുറിഞ്ഞു വീണ് കഴിഞ്ഞാൽ KSEB ഓഫീസിലേക്ക് വിളിച്ചാൽ അവർ ഫോൺ എടുക്കുന്നില്ല എന്ന പരാതികളൊക്കെ ഉണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇവിടെ ഒരു KSEB ഓഫീസിൽ എറിഞ്ഞ് പൊളിക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായത് കറണ്ട് കട്ടിനെ തുടർന്ന്. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ വ്യാപകമാവുന്ന സാഹചര്യത്തിൽ ലാഘവത്തോടു കൂടി പെരുമാറുന്നതാണ് KSEB ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായത്. അതായത് ഈ സംഭവം റിജാസ് മരണപ്പെട്ട അന്ന് നമ്മൾ KSEB സെക്ഷൻ ഓഫീസിൽ പോയി അദ്ദേഹത്തോട് ചോദിച്ച സമയത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഫോൺ എടുക്കാത്തത് എന്നതിനെ പറ്റി ചോദിച്ച സമയത്ത് അയ്യോ ഞങ്ങൾ ഫോൺ എടുക്കാത്ത സാഹചര്യം ഒന്നും ആയിരുന്നില്ല, എൻഗേജ്ഡ് ആവുന്നത് കൊണ്ടാണ് ഫോൺ എടുക്കാതിരിക്കുന്നതിന് മറുപടിയാണ്. നമ്മളൊക്കെ അനുഭവസ്ഥരാണ്. KSEB വീട്ടിൽ കണ്ടുപോകുന്ന സമയത്ത് അല്ലെങ്കിൽ ഓഫീസിൽ കണ്ടുപോകുന്ന സമയത്തൊക്കെ KSEB ഓഫീസിൽ വിളിക്കുകയും അവരുടെ പ്രതികരണം എന്താണ് എന്നല്ലെങ്കിൽ അവരുടെ ഫോണിൽ വിളിച്ച് കിട്ടാത്ത അനുഭവമുള്ള ആളുകളാണ് നമ്മളിൽ ഒരു 90% ആളുകളും. അപ്പൊ ഇവർ പറയുന്ന വാദങ്ങളൊന്നും വിശ്വസിക്കാൻ സാധിക്കാത്തൊരവസ്ഥയാണ്. KSEB ഉദ്യോഗസ്ഥരുടെ കുറവാണെങ്കിൽ കമ്മീഷനും ന്യൂനപക്ഷ കമ്മീഷനും കേസ് എടുത്തിട്ടുണ്ടല്ലോ. ഇനി അതിന്മേലുള്ള റിപ്പോർട്ടിലുള്ള തുടർ നടപടികളായിരിക്കും ഈ മറ്റ് സമാനമായ കേസുകളിലും കൂടെ പ്രാവർത്തികമാക്കുക എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.